ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വഅശ്റഫിൽ മുർസലീൻ. വലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസിലാ കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയാ വകകസ്റത്തിൽ നൗറാദി കസ്സൗമി സ്വലാ وكخدمة للناس والحمل الحطب لتصدق بمحصل متمولا. ഹക്കീക്കത്തിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിച്ചവരുടെ പ്രവർത്തന ശൈലിയാണ് ഈ 3 വരികളിലൂടെ മഹാനവറുകൾ നമ്മോട് പറയുന്നത്. അള്ളാഹുവിലേക്ക് വല്ലാതെ അടുക്കുമ്പോഴാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള മാരിഫത്തും നേരത്തെ പറഞ്ഞ ആത്മീയ പ്രഭയും കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ അമൂല്യ സമ്പത്താകുന്ന സമയങ്ങളെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുമ്പോഴേ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇബാദാത്തുകൾ തന്നെ ഏതൊരു വിശ്വാസിയും അനിവാര്യമായി ചെയ്തിരിക്കേണ്ട ഇബാദത്തുകളുണ്ട്. നിർബന്ധമായ നിസ്കാരങ്ങളും അതുപോലെ അതിൻ്റെ റവാത്തിബ് സുന്നത്തുകളുമൊക്കെ ഓരോ വിശ്വാസിയും നിത്യജീവിതത്തിൽ പകർത്തേണ്ട ഇബാദത്തുകളാണ്. ചില ഇബാദത്തുകൾ അതിൻ്റെ അപ്പുറം വളരെ വ്യവസ്ഥാപിതമായിട്ടും ആത്മാർത്ഥമായിട്ടും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇബാദത്തുകളുണ്ട്. അത് വ്യത്യസ്ത ശൈലിയാവാം. ചില ആളുകൾ സാധു സംരക്ഷണ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ വേറെ ചില ആളുകൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനം തിരഞ്ഞെടുക്കാം. വേറെ ചില ആളുകൾക്ക് വെറും നിസ്കാരവും നോമ്പും മാത്രമായി കഴിഞ്ഞുകൂടാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശൈലിയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന മഹാന്മാരെ കാണാൻ സാധിക്കും. ഔസുല്ലാദമനെ പോലെയുള്ള ആളുകൾ കൂടുതലും പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് ജനങ്ങളെ സംസ്കരിച്ച് സത്യവഴി കാണിച്ചു കൊടുത്ത് വഅദ് പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടുള്ള ആ ശൈലിയാണ്. മഹാനായ റിഫായി ഷഹീദ് തങ്ങളെ പോലെയുള്ളവർ സാധു സംരക്ഷണം, നായയെ പരിപാലിച്ച കഥയും അന്ധയെ വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുത്ത സംഭവങ്ങളും വിറകുകെട്ടുകൾ ചുമന്നു കൊണ്ടുപോയി വിധവകളെ സഹായിച്ച ചരിത്രമൊക്കെ റിഫായി ഷഹീദ് തങ്ങളെ ചരിത്രത്തിൽ കാണാൻ കഴിയും. വേറെ ചില മഹാന്മാർ ഉസ്ലത്ത്, ജനങ്ങളുമായി സഹവസിക്കാതെ കാട്ടിലോ ഒറ്റപ്പെട്ട സ്ഥലത്തോ പോയി ആരാധന നിമഗ്നരാകും. ഇതൊക്കെ ഫർളായ ഇബാദാത്തുകൾക്ക് പുറമെ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന റവാത്തിബ് സുന്നത്തുകൾക്ക് പുറമെ അള്ളാഹുവിലേക്ക് അടുക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന വഴികളാണ്. ഇതിനെക്കുറിച്ചാണ് 13ാമത്തെ വരിയിൽ മഹാനവറുകൾ പറയുന്നത്. വലിക്കുല്ലി വാഹിദിഹിം, അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ ഔലിയാക്കളിൽ ഓരോരുത്തർക്കുമുണ്ട് ത്വരീഖും മിൻ തുറുഖ്, അള്ളാഹുവിലേക്ക് ചേരാനുള്ള വ്യത്യസ്ത വഴികളിൽ ഒരു നിശ്ചിത വഴി അവർക്കുണ്ടായിരിക്കും. യഖ്താറുഹു, ആ വഴി അവർ സ്വയം സെലക്ട് ചെയ്യുന്നതാണ്. ഫയക്കൂനു മിൻ ദാ, ആ വഴിയിലൂടെ അവർ മുന്നേറിയിട്ട് വാസില, അള്ളാഹുവിനെ പ്രാപിക്കുന്നവരായിരിക്കും. അഥവാ അള്ളാഹുവിൻ്റെ മാരിഫത്തിലേക്ക് അവർ ചെന്നെത്തുന്നവരായിരിക്കും. അങ്ങനെ അവരുടെ ആന്തരികമായ അവയവങ്ങളിലേക്ക് പ്രത്യേകമായ പ്രഭ ചൊരിക്കപ്പെടും. ഉദാഹരണം, കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയൻ, ജനങ്ങൾക്കിടയിൽ അവരെ സംസ്കരിച്ചുകൊണ്ട് ഇരിക്കും പോലെ, ജനങ്ങൾക്കിടയിൽ ചെന്നിട്ട് അവരെ വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക, വിദ്യാഭ്യാസ വിപ്ലവം നടത്തുക, സ്ഥാപനങ്ങൾ പണിയുക, മദ്രസകൾ സ്ഥാപിക്കുക, വഅദ് പറയുക, ദർസ് നടത്തുക, അങ്ങനെയുള്ള വഴി തിരഞ്ഞെടുക്കും. വകകസ്റത്തിൽ ഔറാദി കസ്സൗമി സ്വലാ, പതിവായി ചെയ്യുന്ന ഇബാദാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കും പോലെ, കസ്സൗമി
അസ്വല, നോമ്പ് പോലെ, നിസ്കാരം പോലെ. ഔറാദ് എന്ന് പറഞ്ഞാൽ ചിട്ടയൊത്ത പതിവായി ചെയ്യുന്ന കാര്യങ്ങളെന്നാണ്. അത് ധാരാളം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചില ആൾക്കാരെ കാണാൻ കഴിയും. നിസ്കാരവും നോമ്പും തന്നെ അവർക്ക് വേറെ വിദ്യാഭ്യാസ മേഖലകൾക്കൊന്നും കണ്ണുണ്ടാവില്ല. അങ്ങനെയും ചില മഹാന്മാരെ കാണാൻ കഴിയും. വേറെ ചില ആളുകൾക്ക് വക ഹിദ്മത്തില്ലിന്നാസി, ജനങ്ങൾക്കുള്ള സേവനത്തിലായിരിക്കും, ജനങ്ങൾക്ക് സർവീസ് ചെയ്യും പോലെ. വൽ ഹംലിൽ ഹത്തബ്, വിറക് കെട്ടുകൾ ചുമന്നു കൊണ്ടുപോകും പോലെ. എന്തിനു വേണ്ടിയില്ല? തസദ്ദുക്കിൻ, സാധുക്കൾക്ക് സ്വതക്ക ചെയ്യാൻ. ബി മുഹസ്സലിൻ, അത് വിറ്റ് കിട്ടുന്ന സംഖ്യ കൊണ്ട്. മുത്തമവല, വിലപിടിപ്പുള്ള അമൂല്യമായ വിലമതിക്കാവുന്ന എന്തെങ്കിലും അത് വിറ്റ് കിട്ടും. ആ കിട്ടിയത് കൊണ്ട് സാധുക്കൾക്ക് സ്വതക്ക ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെ വിറക് കെട്ട് ചുമന്നു കൊണ്ടുപോയി ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത റൂട്ടുകളിലൂടെ മഹാന്മാരായ ഔലിയാ അള്ളാഹുവിലേക്ക് അടുത്തതായി കാണാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിൻ്റെ മാരിഫത്തും മുഷാഹദയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം മഹാന്മാരെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും എന്നാണ് മഹാനവറുകൾ ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഔലിയാക്കന്മാരുടെ ഇത്തരം റൂട്ടുകൾ നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ.